അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വന്നപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്താണ് വന്നത്. മഴ കാരണം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. യഥാർത്ഥത്തിൽ ഒരു ദിവസം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. കുളിക്കാൻ പറ്റും, എല്ലാത്തിനുള്ള സംവിധാനമുണ്ട്. നമുക്ക് താഴോട്ട് പോകാനും പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ 55 കിലോമീറ്റർ കാട്ടിലൂടെ ഒരു യാത്രയുണ്ട്. യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. രാത്രിയായിപ്പോയി. കാട്ടിലൂടെ വന്നപ്പോൾ ആനയെയും മയിലിനെയും പോത്തിനെയും ഒക്കെ കാണാൻ കഴിഞ്ഞു. രാത്രിയായതുകൊണ്ട് അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ കാട്ടിലൂടെ യാത്ര ചെയ്തു. അവിടെയൊന്നും നല്ല അക്കോമഡേഷൻ കിട്ടാത്തതുകൊണ്ട് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു വാൽപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നല്ല അക്കോമഡേഷൻ കിട്ടും എന്ന് പറഞ്ഞിട്ട് അത്. അപ്പോൾ വാൽപ്പാറ എന്ന് പറഞ്ഞാൽ കേരളം തമിഴ്നാട് ബോർഡറായി. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചു. അവിടെ അവിടെയാണ് രാത്രി സ്റ്റേ ചെയ്തത്. അവിടെ ഇറങ്ങി നോക്കിയപ്പോൾ ശരിക്കും തേയിലത്തോട്ടങ്ങളും. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഏരിയയിലും കുറച്ച് ഡാമുകളും കാണാൻ പറ്റിയ കുറേ സ്ഥലങ്ങളും ഉണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഈ വാൽപ്പാറ എന്ന് പറയുന്ന ഏരിയയിലുള്ള കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ പാലക്കാട്, തൃശ്ശൂരൊക്കെ പോകാൻ എളുപ്പമാണ്. എല്ലാം അടുത്ത് തന്നെയാണ് കിടക്കുന്നത്. ഏതായാലും വാൽപ്പാറയിലെ വിശേഷങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. വാൽപ്പാറയിൽ വന്നപ്പോൾ ഡാമൊക്കെ കാണാമെന്ന് വിചാരിച്ചാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ യഥാർത്ഥത്തിൽ മൂന്നാറിൽ പോകുന്നതിനേക്കാൾ അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ചാലക്കുടി വഴി ഇങ്ങോട്ട് കയറി വന്നാൽ മതി. കയറി വന്നു കഴിഞ്ഞാൽ ഒരു കാട്ടിലൂടെയുള്ള യാത്രയും അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രകൃതി ശരിക്കും അങ്ങ് മാറുകയാണെന്നുള്ളതാണ്. വളരെ സന്തോഷമാണ് ഈ രാവിലെ വന്നിട്ട് ഇതെല്ലാം കാണാൻ കഴിയുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. നമുക്ക് ഏതായിരുന്നാലും കംപ്ലീറ്റ് ഈ ഏരിയ മൊത്തം എക്സ്പ്ലോർ ചെയ്തിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ എന്നുള്ളതാണ്. ഇത് കാണിച്ചിട്ടേ പോകുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നും ഈ യാത്രാ പരമ്പരയിൽ ഈവൻ എനിക്കും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഞാനും ഇതൊന്നും വന്ന് കാണത്തില്ലായിരുന്നല്ലോ. അപ്പോൾ അതിലൂടെ എൻ്റെ പ്രേക്ഷകർക്കും ഇത് കാണാൻ കഴിയുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. നമ്മൾ വാൽപ്പാറയിൽ നിന്ന് നീരാർ ഡാമിലേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണിത്.
ഒരു പക്ഷേ ഈ വാൽപ്പാറയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇത്തരം ഒരു അനുഭവം നമുക്ക് കിട്ടില്ലായിരുന്നു. നമ്മളിത് ചില സിനിമകളിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഇങ്ങനെ പശുക്കൾ വരുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നടക്കുന്നു എന്നൊക്കെ പറയുന്നത് അതിമനോഹരമാണ്. ഇതെല്ലാം ശരിക്കും നമ്മളൊരു ഭംഗി ആസ്വദിക്കുക. വാൽപ്പാറയിൽ നിന്ന് നീരാർ ഡാമിലേക്ക് പോവുകയാണ്. 10 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ളതുണ്ട്. പക്ഷേ യാദൃച്ഛികമായിട്ടാണ് വന്നതെങ്കിലും ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ മനോഹാരിത കണ്ടപ്പോൾ ഏതായാലും ഇവിടെ ശരിക്കും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി. ഞാൻ പെട്ടെന്നത് പറയുന്നതിനേക്കാൾ എൻ്റെ സുഹൃത്ത് ഇവിടെ ഉണ്ട്, ഇദ്ദേഹത്തിന് ഈ ഏരിയ നന്നായിട്ട് അറിയാം. സുനിലെ, ഏതായാലും നമ്മൾ വാൽപ്പാറയാണല്ലോ ഇപ്പൊ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഏരിയയില് ഇത് കണ്ട ഒരു മൂന്നാറിന്റെ ലക്ഷണമുണ്ട് അല്ലേ? മൂന്നാറിനെ പോലെ തന്നെ. അത് അവിടെ ഉള്ള കണക്ക് അത്ര ക്രൗഡ് ഇല്ലെന്നുള്ളതേ ഉള്ളൂ. ഇത്രയും മനോഹരമായ സ്ഥലം എന്തുകൊണ്ട് ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യുന്നില്ല കേരളത്തിലുള്ളവരും ഉണ്ട്? അതായത് ഇവിടെ നിന്നുള്ള ഒരു അതിരപ്പള്ളി വഴി കൂടി വരണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്ര ദൂരം അത് ടൂറിസ്റ്റുകളെ പ്രൊമോട്ട് ചെയ്യുന്നത് ട്രാവൽ ഏജന്റുകളാണ്. അപ്പൊ അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്നില്ല. തമിഴ്നാട് ഭാഗത്തു നിന്ന് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇത് ഒന്ന് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ സാറിനെ പോലെയുള്ള ആളുകൾ തന്നെ മുന്നിട്ട് ഇറങ്ങിയാലാണ് കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് ടൂറിസ്റ്റുകൾ എത്താൻ സാധിക്കുള്ളൂ. ഏറ്റവും ഒരു 2 night 3 days ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്, കാണാനായിട്ട് സാധിക്കും. നീരാർ ഡാമുണ്ട്, അതോടൊപ്പം ചിന്നക്കല്ലാറ്, നമ്പർപ്പാറ, ഷോളയാർ ഡാം, ഇത്തരം മനോഹരമായ സ്ഥലങ്ങളാണ്. പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് ധാരാളം ഡാംസ് ഇതിന് നാലുണ്ട്, ഒരുപാടുണ്ട്. നമ്മൾ ഈ ഡാമിന്റെ പേര് പോലും പലതും കേട്ടിട്ടില്ല. ഈ സമാന്തരമായി ഈ മലയ്ക്ക് അടുത്ത് നിൽക്കുന്ന ഈ മൗണ്ടന്റെ അടുത്ത മലയാണ് മൂന്നാർ വരുന്നത്. ഒരു സ്ഥലം വരുന്നത് പറമ്പിക്കുളം ടൈഗർ റിസർവ് ഫോറസ്റ്റ്, ഒരു സ്ഥലം വരുന്നത് പൊള്ളാച്ചി, ഈ മറുഭാഗം പറയുന്നത് അതിരപ്പള്ളി ടൂറിസ്റ്റ് പ്ലേസ്. അപ്പൊ നിരവധി സ്ഥലങ്ങൾ ഇവിടെ ഒരു 2 night 3 days വന്ന് അടുത്തടുത്തായിട്ട് കാണാനായിട്ട് സാധിക്കും. അത് ഗംഭീരമായിരിക്കുന്നു കേട്ടോ. പക്ഷേ നമുക്ക് ഈ കാട്ടിലൂടെ ഒരു 55 കിലോമീറ്റർ യാത്രയുണ്ട് അല്ലേ? അതെ, കാട്ടിലൂടെ യാത്രയുണ്ട്. വൈൽഡ് ആനിമൽസിനെ കാണാം. ഈ തേയിലത്തോട്ടങ്ങളെല്ലാം കാണാൻ സാധിക്കും. വൈൽഡ് ആനിമൽസിനെല്ലാം കാണാനായിട്ട്. നമ്മൾ ഇന്നലെ രാത്രിയായി പോയി കാട്ടിൽ കൂടെ വന്നതുകൊണ്ട്. അപ്പൊ ഇന്ന് ഏതെങ്കിലും കാടിനകത്തൂടെ നമ്മള് കാടിനകത്ത് കൂടി പോകും. അപ്പൊ നമ്പർപ്പാറയിലേക്ക് പോണ സമയത്ത് വൈൽഡ് ആനിമൽസിനെ കാണാനായിട്ട് സാധിക്കും. കാടാണ്. അപ്പൊ നമുക്ക് ഇവിടെ വരുമ്പോ നമ്മൾ ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത തന്നെ കുറെ പറഞ്ഞു പോലും കേട്ടില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്നുള്ളതാണ്. നമ്മൾക്ക് കേരളത്തിൽ വരുമ്പോൾ നമുക്ക് ടൂറിസ്റ്റ് ആയിട്ട് പോയി സന്തോഷിക്കാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മൂന്നാർ മാത്രമല്ല, മൂന്നാറിൻ്റെ സിമിലർ ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എവിടെയാണോ നമുക്ക് ആൾക്കാർ ഓവറായി വരുന്നു എന്ന് തോന്നുന്ന സ്ഥലത്താണെങ്കിൽ അതേ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ ഇതിപ്പോൾ കണ്ട മൂന്നാർ തന്നെയാണല്ലോ, സെയിം തന്നെ. അപ്പൊ ഇതുപോലത്തെ പല പല സ്ഥലങ്ങളുണ്ടല്ലേ? ഇപ്പൊ വലിയ ചൂടുമില്ല. ഏറ്റവും മനോഹരമായ തേയിലത്തോട്ടങ്ങളാണ്. ഏറ്റവും മനോഹരമായ തേയിലത്തോട്ടങ്ങൾ. ഏതായാലും നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുന്നില്ല, അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാം.
വാൽപ്പാറയിൽ നിന്ന് നീരാർ ഡാം കാണാനായിട്ടാണ് വന്നത്. വരുന്ന വഴിയിലുള്ള ഈ തേയിലത്തോട്ടങ്ങളെല്ലാം കണ്ട് വന്നപ്പോൾ ഒരു കാട്ടിനകത്തേക്ക് കയറണം. ആനമലൈ ടൈഗർ റിസർവ്. അപ്പോൾ ഇവിടെ ടൈഗേഴ്സുള്ള ഏരിയയാണ്, അവർ സൂക്ഷിച്ച് പോകണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്ന് 1 കിലോമീറ്ററാണ് നീരാർ ഡാമിലേക്ക് എത്താനുള്ളത്. അപ്പോൾ ഈ ടൈഗർ റിസർവിനകത്ത് കയറുന്നതിന് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം. അവിടെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. പ്ലാസ്റ്റിക് ഐറ്റം ഒന്നും അകത്തോട്ട് കൊണ്ടുവരാൻ പാടില്ല. എന്നിട്ട് അവർ പറഞ്ഞു 1 കുപ്പി വെള്ളം വേണമെങ്കിൽ കൊണ്ടുപോയിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു ചെക്ക് പോയിൻ്റൊക്കെ ഉണ്ട്. 50 രൂപയാണ് പെർ ഹെഡിന് അവർ ചാർജ് ചെയ്യുന്നത്. 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വരെ 50 രൂപ കൊടുക്കണമെന്നുള്ള പ്രത്യേകിച്ച് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാമും അവിടെ ഒരു വാട്ടർഫോളും ഉണ്ട്. ഇത് രണ്ടും എല്ലാം കാണാനുള്ള ഒറ്റ തുകയാണ്. മാത്രമല്ല ഈ കാട്ടിനകത്തൂടെ പോകുമ്പോൾ നമുക്ക് അനിമൽസിനെയൊക്കെ കാണാൻ കഴിയും. കുറച്ചുകൂടെ ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ് പുറത്തൊക്കെ ഇറങ്ങി നിൽക്കാനെന്ന് അവർ പറഞ്ഞു. കാറിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഇത് കാറിലിരുന്നിട്ട് പോയി കഴിഞ്ഞാൽ ആനകളുണ്ടാവും. നമുക്ക് ആ ഡാമും കണ്ട് വാട്ടർഫോളും കണ്ടിട്ട് വരാം. നീരാർ ഡാമിലെത്തിയിരിക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇംഗ്ലീഷുകാരെല്ലാം ഈ ഹോളിഡേക്ക് പോകുമ്പോഴേ അവർ സീസൈഡിലും പോവും, ഇതുപോലെയുള്ള ഡാമുകൾ, ഹിൽ സ്റ്റേഷൻസ് എല്ലാത്തിലും പോവും കേട്ടോ. പലർക്കും പല അഭിരുചിയാണെങ്കിലും പക്ഷേ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കൂടി കാണുമ്പോഴാണ് നമുക്ക് ഒരു ഹോളിഡേയുടെ ഒരു പൂർണ്ണത വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട്. എൻ്റെ അറിവ് ഇല്ലായ്മ കൊണ്ടാണോ എന്നറിയത്തില്ല, പക്ഷേ എനിക്ക് നീരാർ ഡാമൊന്നും എനിക്ക് നേരത്തെ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഇവിടെ യാദൃച്ഛികമായിട്ട് വന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഡാമുകൾ, ഇവിടെയൊക്കെ ധാരാളം ഡാമുകൾ ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ ധാരാളം എല്ലാവരും കേൾക്കുന്ന ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം എന്നുള്ളത്. അല്ലാതെ എത്രത്തോളം ഡാമുകളുണ്ട് എന്നുള്ളത് നമുക്ക് ഉൾപ്രദേശത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. പുറകിൽ കാണുന്നതാണ് ലോവർ നീരാർ ഡാം ആണ്. ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും ഈ ഡാമുകളുടെ ഒരു കണ്ടിന്യൂറ്റിയെക്കുറിച്ച് മനസ്സിലായത്. നമ്മളെപ്പോഴും കേൾക്കുന്നത് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചിട്ടും തമിഴ്നാട് വെള്ളം എടുത്തുകൊണ്ട് പോകണമെന്ന് അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളാണല്ലോ കേൾക്കുന്നത്. ഈ ലോവർ നീരാർ ഡാമിൽ നിന്ന് 4 മാസം ഇത് തുറന്നു വിടണം. തുറന്നു വിട്ട് ഈ വെള്ളം നമുക്ക് ഇടമലയാർ ഡാമിലേക്ക് എത്തിക്കുക. അപ്പോൾ അത് ഒക്ടോബർ മാസം മുതൽ ഫെബ്രുവരി മാസം വരെ ഇത് കേരളത്തിലേക്കാണ് തുറന്നു വിടാനുള്ളത്. ഈ ഡാം ഇപ്പോൾ മാനേജ് ചെയ്യുന്നത് കേരള ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റും ചേർന്നാണ്. അപ്പോൾ ഈ ഡാമുകളുടെ കാര്യം പറയുമ്പോൾ നമ്മളെപ്പോഴും മുല്ലപ്പെരിയാറാണ് പറയുന്നത്. അങ്ങനെ പ്രശ്നം ഇങ്ങനെ പ്രശ്നമുണ്ട്. ഈ ഡാമുകളെല്ലാം ഒരു കണക്ടിവിറ്റി ഉണ്ട്. അതിന് ഇതിൻ്റെ അപ്പർ നീരാർ ഡാം എന്ന് പറയുന്നത് അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. അവിടെ നിന്ന് സ്റ്റോർ ചെയ്യുന്നതാണ് ഇവിടെ വന്നിട്ട് പോകുന്നത്. ഇവിടെ നിന്നാണ് ഇടമലയാറി പോകുന്നത്. അങ്ങനെ ഇത് പഠിക്കുകയാണെങ്കിൽ ഈ ഡാമുകളുടെ കണ്ടിന്യൂവേഷൻ തന്നെ നമുക്ക് ഒരു എപ്പിസോഡ് ചെയ്യേണ്ടി വരും. കാരണം അത് മനസ്സിലാക്കുകയാണെങ്കിൽ. പിന്നെ ഇതിൻ്റെ കുറേ രാഷ്ട്രീയ ഇൻഫ്ലുവൻസ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഏതായാലും ഇതാണ് ഇതിൻ്റെ നിയമം എന്ന് പറയുന്നത്. ഇതെല്ലാം ഈ ഡാമെല്ലാം ഉണ്ടായിരിക്കുന്നത് യഥാർത്ഥത്തിൽ കുറച്ച് റീസെൻ്റായിട്ടാണ്, ബ്രിട്ടീഷുകാരുടെ കാലത്തൊന്നുമല്ല. നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഡാമുകൾ തന്നെയാണിത്.
അപ്പോൾ അതിനുശേഷം നമ്മളുടെ ജലവിഭവത്തെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. സംസ്ഥാനങ്ങൾ തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എവരങ്ങ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലേക്ക് ഈ വെള്ളം കിട്ടത്തില്ലല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വെള്ളത്തിൻ്റെ ഫ്ലോ സഹകരിച്ചെങ്കിൽ മാത്രമേ ഇന്ത്യ മൊത്തം ഉള്ള ഈ കൃഷിയെല്ലാം ഡെവലപ്പ് ചെയ്യാൻ കഴിയത്തുള്ളൂ. നമ്മൾ ഏതായാലും ഈ വഴി പോകുമ്പോൾ നമ്മൊരു കാട്ടുപോത്തിൻ്റെ ഒരു കൂട്ടത്തെ കാണാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷമാണ്. കാരണം ഇത് ഇറങ്ങി നിൽക്കുന്നുണ്ടോ, കൊച്ചു കുട്ടികളും ഒക്കെ ആയിട്ടുണ്ടല്ലോ. നമ്മൾ ചെറിയ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ പശുക്കുട്ടികൾ പോലെ തന്നെ ഇരിക്കും. വലുതിനെ കാണുമ്പോൾ അറിയാം കാട്ടുപോത്താണെന്നറിയാം. പക്ഷേ ഇത് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഇത് ടൈഗർ വരുന്ന സ്ഥലവും കൂടിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വൈൽഡ് ആനിമൽസിനെയും നമുക്ക് തൊട്ടടുത്ത് കാണാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ കുറച്ച് അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതേതായാലും നല്ലൊരു സ്ഥലമാണ് വിസിറ്റ് ചെയ്യാൻ. നീരാർ ഡാമിൽ നിന്ന് മുകളിലേക്ക് 8 കിലോമീറ്റർ നമ്മൾ മുകളിലേക്ക് വന്നപ്പോൾ നമ്മളിവിടെ ചിന്നക്കല്ലാർ ഡാമിലാണ് എത്തിയിരിക്കുന്നത്. ഇതാണ് ഏറ്റവും ടോപ്പിലുള്ള ഡാം. ഇവിടുന്ന് താഴോട്ടാണ്. ഇവിടുന്ന് ഈ ഡാം തുറന്നു വിടുമ്പോഴാണ് നീരാർ ഡാമിലെത്തുന്നത്. അത് തുറന്നു വിടുമ്പോഴാണ് നമ്മൾ ഇടമലയാർ ഡാമിലേക്ക് എത്തുന്നത്. അതിന് അങ്ങോട്ടും വീണ്ടും വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂവേഷൻ ഉണ്ട്. ഇതൊരു ചെയിൻ പോലെ കിടക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ ഈ ചെറിയ തോടുകളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഇത് ആൾക്കാർ ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് നമ്മൾ കുപ്പിയിൽ നിറച്ചാൽ കുടിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അത്രയും നല്ല പ്യൂറസ്റ്റ് ആയിട്ടുള്ള വെള്ളം ആണ് ഇവിടെ കിട്ടുന്നത്. മാത്രമല്ല മറ്റ് ഇത്തരം സ്ഥലങ്ങളിൽ പോകുമ്പോൾ എപ്പോഴും കുറച്ച് ആൾക്കാരുടെ ബഹളവും ഇതൊക്കെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് വളരെ ജെനുവിനായിട്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രമുണ്ട്. ശരിക്കും പ്രകൃതി നേച്ചറിനോട് ചേർന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഈ ഇടമലയാർ ഡാമിൻ്റെ ഏരിയ വളരെ നല്ലതാണ്. മാത്രമല്ല ഇതിൻ്റെ യാത്ര അതിലേറെ മനോഹരമാണ്. വന്യമൃഗങ്ങളെയും കണ്ടുകൊണ്ടുള്ള ഒരു യാത്ര കൂടിയാണ്.